അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2025 PSC ഇമ്പോർട്ടൻ്റ് ആക്ട്സ് എന്ന് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഞാൻ 10th ലെവൽ ചോദ്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓക്കെ, കാരണം നമുക്കിനി ഇപ്പോൾ മറ്റന്നാൾ വരുന്ന എക്സാം ASM അതിപ്പോൾ 10th ലെവൽ എക്സാം അല്ലേ, അപ്പോൾ അതിന് ഒരു യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു വർക്കൗട്ടാണ്. നിങ്ങൾ ഈ വർക്കൗട്ട് എൻ്റെ കൂടെ ചെയ്തിട്ട് നിങ്ങൾക്ക് അറിഞ്ഞാത്ത ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും ഒന്ന് പഠിച്ചിരിക്കുക. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ തുടങ്ങിക്കോ. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് താഴെ പറയുന്നതിൽ കേന്ദ്ര സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷന്റെ അധികാരങ്ങളിൽ പെട്ടത് എന്നാണ്. നമുക്ക് താഴ്ന്നു പോമേ. അഴിമതിയിൽ ഏർപ്പെടുന്ന സർക്കാർ ജീവനക്കാരെ വിചാരണ ചെയ്യാനുള്ള അധികാരം വിവരാവകാശ കമ്മീഷന് ഇല്ല. കൃത്യവിലോപം നടത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കാനുള്ള അധികാരവും വിവരാവകാശ കമ്മീഷന് ഇല്ല. അടുത്ത ശ്രദ്ധിക്കുക, 2-3 തവണ വന്നൊരു പോയിന്റാണ്. വ്യക്തികളെ വിളിച്ചു വരുത്തി നിർബന്ധപൂർവം ഹാജരാക്കാനും സത്യപ്രതിജ്ഞ ചെയ്ത് മൊഴിയായിട്ടോ രേഖാമൂലമോ തെളിവ് നൽകാൻ അവരെ നിർബന്ധിക്കാനുള്ള അധികാരം വിവരാവകാശ കമ്മീഷനുണ്ട്. വിവരാവകാശ കമ്മീഷന്റെ അധികാരങ്ങളെ കുറിച്ച് പറയുന്ന സെക്ഷൻ വളരെ 18 ആണ്. വിവരാവകാശ കമ്മീഷന്റെ അധികാരങ്ങളെ കുറിച്ച് പറയുന്ന സെക്ഷൻ 18 ആണ്. ഒന്ന് ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്ത് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്താവിന്റെ അവകാശങ്ങളിൽ പെടുന്നത് ഏതെന്നാണ്. ഇതും നിങ്ങളിൽ ഓപ്ഷൻസ് നന്നായിട്ട് പഠിച്ചിരിക്കുക. എല്ലാ ഉൽപ്പന്നങ്ങളുടെയും സാമ്പിളുകൾ സൗജന്യമായി ലഭിക്കാനുള്ള അവകാശം. അതായത് നമുക്ക് എല്ലാ ഉൽപ്പന്നങ്ങളുടെയും സാമ്പിളുകൾ നമുക്ക് ചിലപ്പോൾ പല കടയിലൊക്കെ പോകുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഫ്രൂട്ട്സ് കടയിലൊക്കെ പോകുന്ന സമയത്ത് അവർ നമുക്ക് സാമ്പിളൊക്കെ തരാറുണ്ട് അല്ലേ. അപ്പൊ അത് അവര് ഒരു ഔദാര്യം എന്ന രീതിയിലോ അല്ലെങ്കിൽ അവരുടെ ഒരു ബിസിനസ് തന്ത്രം എന്ന രീതിയിൽ തരണതാണ്. അല്ലാതെ നമുക്ക് എല്ലാത്തിന്റെയും സാമ്പിൾ നമുക്ക് തരണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. സോ ഇത് തെറ്റാണ്. ഇത് ചോദിക്കേ. വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങളോ സേവനങ്ങളോ ആവശ്യപ്പെടാനുള്ള അവകാശം. അതായത് വിലപേശൽ ഓർ ബാർഗെയിനിങ്. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ബാർഗെയിനിങ് അനുവദനീയമാണോ? അല്ല. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ബാർഗെയിനിങ്ങും അനുവദനീയമല്ലെന്നല്ല, അത് അവരുടെ അവകാശമല്ല. അനുവദനീയമാണ്, നമുക്ക് ബാർഗെയിൻ ചെയ്യാം, മനസ്സിലായ, പക്ഷെ നമ്മുടെ അവകാശമല്ല ഈ പറയുന്ന ബാർഗെയിൻ ചെയ്ത് വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങളോ സേവനങ്ങളോ ആവശ്യപ്പെടാനുള്ള അവകാശം നമുക്കില്ല. ഓക്കെ, അവർ ബിസിനസിന്റെ ഭാഗമായിട്ട് നമ്മൾ ചിലപ്പോൾ ബാർഗെയിൻ ചെയ്യുമ്പോൾ അവർ വില കുറച്ച് തരാറുണ്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. ഇനി ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ, തൂക്കം, കാര്യക്ഷമത, പരിശുദ്ധി, വില എന്നിവയെക്കുറിച്ച് അറിയാനുള്ള അവകാശം, അത് ശരിയാണ്. അത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, ഒരു ഉപഭോക്താവിന് ഈ പറയുന്ന അവകാശങ്ങൾ വേണ്ടേ. അപ്പൊ അതാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ഉൽപ്പന്നത്തിന്റെ അവലോകനം സംബന്ധിച്ചുള്ള ചെലവുകൾ തിരികെ ലഭിക്കാനുള്ള അവകാശം, അത് തെറ്റാണ്. ഇപ്പൊ നമ്മള് ഒരു ഉൽപ്പന്നം നമ്മളൊന്ന് വാല്യൂ ഒന്ന് നോക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന ചിലവുണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ പോയി നോക്കിയിട്ട് നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ വാങ്ങത്തില്ല. അപ്പം അങ്ങനെ വാങ്ങാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ചെലവുകൾ തിരികെ കിട്ടുമെന്ന് കേട്ടാൽ ഇല്ല. നമ്മൾ സാധനം വാങ്ങിയിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പൈസ തിരികെ കിട്ടത്തുള്ളൂ. അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ എത്ര സെക്ഷൻ ഉണ്ടെന്ന് അറിയോ? ഒന്ന് റീസെന്റ് ചോദിച്ചൊരു ചോദ്യമാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ സെക്ഷനുകളുടെ എണ്ണം 107 ആണ്. ഒന്ന് ഓർത്ത് വെച്ചോ, നിങ്ങൾക്ക് ഈ സാധനം വീണ്ടും ചോദിക്കും. ഈ 107 എന്ന് പറയുന്ന സാധനം എന്താ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചോ, നിങ്ങൾക്ക് വീണ്ടും ചോദിക്കും കേട്ടോ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 സെക്ഷനുകളുടെ എണ്ണം എത്ര എന്ന് കേട്ടാൽ 107. ഓക്കെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് ശരിയല്ലാത്തത് എന്നാണ്. മനുഷ്യാവകാശങ്ങളെ കുറിച്ചുള്ള ഉടമ്പടികളും മറ്റ് അന്താരാഷ്ട്ര നിയമങ്ങളും പഠിക്കാനും അവ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനുമുള്ള ശുപാർശകൾ നൽകാനുമുള്ള അധികാരം മനുഷ്യാവകാശ കമ്മീഷന് ഉണ്ട്. ഇന്ത്യയിലെ പൗരന്മാരെ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് ബോധവൽക്കരിക്കാനുള്ള ചുമതലയും മനുഷ്യാവകാശ കമ്മീഷന് ഉണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ മുൻ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ്, അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, മുൻ സുപ്രീം കോടതി ജഡ്ജി എന്നീ പദവികൾ വഹിച്ചിട്ടുള്ള വ്യക്തിയാകാം. ഇതില് 2 കാര്യങ്ങൾ ശരിയാണ്. നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആകാം, അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജിയും ആകാം. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജിയോ ആകാം. പക്ഷേ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്നത് തെറ്റാണ്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയല്ലാത്തത്. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. മനുഷ്യാവകാശ മേഖലയിൽ ഗവേഷണം നടത്താനും പ്രോത്സാഹിപ്പിക്കാനുള്ള അധികാരമുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി പഠിക്കുക, നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ടും ചോദിക്കുന്ന കാര്യമാണ്. ഓക്കെ, അടുത്തും
2012 പോക്സോ നിയമം അനുസരിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ വരുന്നത്? ലൈംഗിക ഉദ്ദേശത്തോടു കൂടി ഒരു കുട്ടിയെ നേരിട്ടോ ഇലക്ട്രോണിക്, ഡിജിറ്റൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിലൂടെയോ നിരന്തരമായോ തുടർച്ചയായോ പിന്തുടരുകയോ കാണുകയോ ബന്ധപ്പെടുകയോ ചെയ്യുന്നത് ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ വരത്തില്ല. ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ വരത്തില്ല. അടുത്ത്, ആരെങ്കിലും ലൈംഗിക ഉദ്ദേശത്തോടെ ഒരു കുട്ടിയെ തന്റെ ശരീരമോ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗമോ ആ വ്യക്തിക്കോ മറ്റേതെങ്കിലും വ്യക്തിക്കോ കാണാൻ കഴിയുന്ന വിധത്തിൽ പ്രദർശിപ്പിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളത് അതും ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ വരത്തില്ല. കാരണം കുട്ടിയുമായിട്ട് ടച്ച് വരുന്നില്ലല്ലോ, കോണ്ടാക്ട് വരുന്നില്ലല്ലോ. ആരെങ്കിലും ലൈംഗിക ഉദ്ദേശത്തോടെ കുട്ടി കേൾക്കണമെന്ന ഉദ്ദേശത്തോടും കൂടി ഏതെങ്കിലും വാക്ക് ഉച്ചരിക്കുകയോ ശബ്ദമുണ്ടാക്കുകയോ കുട്ടി കാണണമെന്ന ഉദ്ദേശത്തോടു കൂടി ആംഗ്യം കാണിക്കുകയോ ഏതെങ്കിലും വസ്തുവോ ശരീരഭാഗമോ പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്നതും എന്നിട്ട് കുട്ടികളെ ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ വരത്തില്ല. കാരണം അവിടെ ഈ പറയുന്ന 3 കണ്ടീഷൻസിലും കുട്ടിയുമായി കോണ്ടാക്ട് വരുന്നില്ല. അപ്പം ഓപ്ഷൻ ഡി ആണ് ആൻസർ. മുകളിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നുമല്ല എന്നതാണ് ആൻസർ കേട്ടോ. ഓക്കെ. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമം അനുസരിച്ച് പരാതിക്കാരിയും പ്രതിയും സംയുക്തമായോ പ്രതി ഒറ്റയ്ക്കോ ഇരുകക്ഷികളും ഉപയോഗിക്കുന്നതോ ആയ ആസ്തികൾ, ബാങ്ക് ലോക്കറുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ പ്രവർത്തിപ്പിക്കൽ, സ്ത്രീധനം ഉൾപ്പെടെ സംയുക്തമായോ വെവ്വേറെയോ കൈവശം വെച്ചിരിക്കുന്ന മറ്റേതെങ്കിലും സ്വത്ത് മജിസ്ട്രേറ്റിന്റെ അനുമതിയില്ലാതെ അന്യധീനപ്പെടുത്തുന്നത് വിലക്കിക്കൊണ്ടുള്ള ഉത്തരവ് താഴെ പറയുന്ന ഏത് ഉത്തരവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു? വളരെ മജിസ്ട്രേറ്റിന്റെ അനുമതിയില്ലാതെ അന്യാധീനപ്പെടുത്തിയിരിക്കുന്നു. ഇത് വായിക്കുമ്പോൾ പലർക്കും ധനാശ്വാസ ഉത്തരവെന്ന് തോന്നുന്നു. ധനാശ്വാസം എന്ന ധനം നൽകുന്നതിനുള്ള ഉത്തരവാണ്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, സംരക്ഷണ ഉത്തരവാണ്. നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ട് വന്നില്ലേ കുട്ടികളെ? ധനാശ്വാസമല്ല, അത് ധനാശ്വാസം നൽകുന്നതിനുള്ള ഉത്തരവാണ്. ഇത് സംരക്ഷണ ഉത്തരവാണ് കേട്ടോ, സംരക്ഷണ ഉത്തരവാണ്. ഓക്കെ. അടുത്ത്, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്താവിന്റെ അവകാശങ്ങളിൽ പെടാത്തത് എന്നാണ്? സുരക്ഷിതത്വത്തിലുള്ള അവകാശം പെടുന്നു, ഉപഭോക്തൃ അവബോധത്തിലുള്ള അവകാശം പെടുന്നു, മത്സരാധിഷ്ഠിത വിലകളിൽ വൈവിധ്യമാർന്ന സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ ലഭ്യമാകുവാനുള്ള അവകാശം പെടുന്നു, വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങളോ സേവനങ്ങളോ ആവശ്യപ്പെടാനുള്ള അവകാശം ഇല്ല എന്നതാണ് ആൻസർ. ഓക്കെ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, വിലപേശാനുള്ള അവകാശം ഈ നിയമപ്രകാരം ഇല്ല. ഓക്കെ, വിലപേശാനുള്ള അവകാശം ഈ നിയമപ്രകാരം ഇല്ല. ആ സെയിം പാറ്റേൺ തന്നെ നിങ്ങൾക്ക് വീണ്ടും ആവർത്തിച്ച് വരും. പിള്ളേരെ പഠിച്ചു വെച്ചോ. ഗാർഹിക പീഡനം നടന്നെന്നോ നടക്കുന്നു എന്നോ വിശ്വസിക്കാൻ മതിയായ കാരണമുള്ള ഏതൊരു വ്യക്തിക്കും അതിനെക്കുറിച്ച് താഴെ പറയുന്ന ഏത് ഉദ്യോഗസ്ഥനാണ് വിവരം നൽകേണ്ടത്? ആൻസർ ഓപ്ഷൻ ഡി, പ്രൊട്ടക്ഷൻ ഓഫീസർ. അതായത് ഗാർഹിക പീഡനം നടക്കുന്നെന്നോ വിശ്വസിക്കാൻ മതിയായ കാരണമുള്ള ഏതൊരു വ്യക്തിക്കും അതിനെക്കുറിച്ച് താഴെ പറയുന്ന ഏത് ഉദ്യോഗസ്ഥനാണ് വിവരം നൽകേണ്ടതെന്ന് കേട്ട് കഴിഞ്ഞാല് പ്രൊട്ടക്ഷൻ ഓഫീസർക്കാണ് വിവരം നൽകേണ്ടത്. ഓക്കെ. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്റെ ഘടന താഴെ പറയുന്നവയിൽ ഏതെന്നാണ്? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10ൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും. അതായത് ഇപ്പൊ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ ആയിക്കോട്ടെ, സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ ആയിക്കോട്ടെ, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10ൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരുമാണ് അതിൽ വരുന്നത് കേട്ടോ. ഓക്കെ. പരമാവധിയാണ് പറയുന്നത്, അത്രത്തോളം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ കേരളം നോക്കിക്കഴിഞ്ഞാൽ 6 പേരെങ്ങാണ്ടേ ഉള്ളൂ മൊത്തത്തിൽ. ഇപ്പം 6 എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ കമന്റിൽ പിൻ ചെയ്തിരിക്കാം. ഓക്കെ. അപ്പം പരമാവധി ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10ൽ കവിയാത്ത അത്രയും എണ്ണവുമാണ് വരുന്നത്. ഈ പ്രധാനപ്പെട്ട കമ്മീഷനുകളുടെ കാലാവധി, പ്രധാനപ്പെട്ട കമ്മീഷനുകളുടെ അംഗസംഖ്യ, ഇത് ഞാൻ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള ഒരു 10th മെയിൻസ് എന്ന് പറയുന്ന ആ ഒരു പ്ലേലിസ്റ്റിൽ ഈ വീഡിയോ കിടപ്പുണ്ട് കേട്ടോ. അത് കണ്ടു നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആക്സിന്റെ റിവിഷനൊക്കെ അതിനകത്തുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. അത് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ റിവിഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അടുത്ത, ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം, അതായത് പോക്സോ പ്രകാരം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് എന്നാണ്. പഠിക്കേണ്ട പോയിന്റുകളാണ്. ഈ ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഓപ്ഷൻസും പഠിച്ചിരിക്കുക.
കുട്ടിയുടെ മൊഴി കുട്ടിയുടെ വസതിയിലോ കുട്ടി സാധാരണയായി താമസിക്കുന്ന സ്ഥലത്തോ കുട്ടി ഇഷ്ടപ്പെടുന്ന സ്ഥലത്തോ പ്രായോഗികമാകുന്നിടത്തോളം സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഓഫീസർ രേഖപ്പെടുത്തേണ്ടതാണ്. ഈ വനിതാ പോലീസ് ഓഫീസർ എന്നുള്ളത് നിർബന്ധമല്ല, പ്രായോഗികമാകുന്നിടത്തോളം സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഓഫീസർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ യൂണിഫോമിൽ ആയിരിക്കരുത്. ഇതും ശരിയാണ് കേട്ടോ. ഒരു കാരണവശാലും ഒരു കുട്ടിയെയും രാത്രിയോ പകലോ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെക്കുവാൻ പാടില്ല. ഈ തടഞ്ഞു വെക്കുക എന്ന വാക്കിലാണ് പലർക്കും ഡൗട്ട് വന്നത്. അതും ശരിയായിട്ടുള്ള പ്രസ്താവന അല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ഒരുപാട് ആൾക്കാർ തെറ്റിച്ചായിരുന്നു, സ്കിപ്പ് ചെയ്തായിരുന്നു. വളരെ ഈ രാത്രി സമയം കുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ നിർത്താൻ പാടില്ല, എന്നാൽ പകൽ സമയത്ത് കുട്ടി വരുന്നതിൽ പ്രശ്നമില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ സി ആൻസർ ആയിട്ട് വന്നത്. 4ാമത്തെ പോയിന്റും പഠിക്കേണ്ടതാണ്. അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കുട്ടിയെ പരിശോധിക്കുമ്പോൾ കുട്ടി ഒരു കാരണവശാലും പ്രതിയുമായി സമ്പർക്കത്തിൽ വരുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടതാണ്. അതും ശരിയാണ്. ഈ ചോദ്യത്തിൽ പഠിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് നോട്ട് ചെയ്യേണ്ട പോയിന്റ് നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. നിങ്ങൾ കുറെ ആൾക്കാർ ഈ ഇതൊന്നും എഴുതി വെക്കാത്തതുകൊണ്ടാണ് പിന്നെ മറന്നു പോകുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്നൊന്ന് നിങ്ങൾ ചെയ്തേ, പൗസെറ്റ് ചെയ്ത് നോക്കിയാൽ വീഡിയോ പൗസെറ്റ് ചെയ്ത് നോക്കിയാൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏത് നിയമപ്രകാരമാണ് സ്ഥാപിതമായത്? ഓക്കെ, ഇതില് പല ആൾക്കാരും എന്താണ് ഈ ഓപ്ഷൻ ഡി ആൻസർ എടുത്തതാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏത് നിയമം ഇങ്ങനെ വരും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇവിടെ നേരെ വന്ന് കണ്ണുളുക്കിയിട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമം 1990 കിട്ടി, ഹായ് മാർക്കായി. ഇതായിരിക്കും പലർക്കും സംഭവിച്ചത്. പക്ഷെ ഇവിടെ ആൻസർ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 എന്നുള്ളതാണ്. സംഭവിച്ചോ ഇല്ലേ എന്നുള്ള കാര്യം കമന്റ് ചെയ്യണം കേട്ടോ, കള്ളം പറയരുത്. അടുത്തത് മലയാളത്തിൽ പറയാം. വിവരാവകാശ നിയമം 2005 പ്രധാന ഉദ്ദേശം ജനങ്ങളുടെ ശാക്തീകരണം ഉദ്ദേശമാണ്, സുതാര്യവും ഉത്തരവാദിത്വവും ഉദ്ദേശമാണ്, അഴിമതി വിരുദ്ധ നയം ഉദ്ദേശമാണ്. അതായത് മുകളിൽ പറഞ്ഞവയെല്ലാം ഓപ്ഷൻ ഡി. ഈസി ക്വസ്റ്റ്യൻ, പഠിച്ചോ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം അധാർമിക വ്യാപാര രീതി എന്നാൽ ഏതാണ്? വ്യാജ ചരക്കുകൾ ഉൽപ്പാദിപ്പിക്കുകയോ വികലമായ ഉൽപ്പന്നം വിൽപ്പന നടത്തുകയോ ചെയ്യുന്നത് ഈ അധാർമികമായ വ്യാപാര രീതിയാണ്. ഉപഭോക്താവിന്റെ പേര് വിവരങ്ങൾ അവരുടെ അനുവാദം ഇല്ലാതെ വെളിപ്പെടുത്തുന്നതും അധാർമികമായ വ്യാപാര രീതിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. മുകളിൽ പറഞ്ഞത് എല്ലാം എന്ന ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ജുവനൈൽ ജസ്റ്റിസ് അമെൻമെന്റ് ആക്ട് 2021 പ്രകാരം ആർക്കാണ് അഡോപ്ഷൻ ഉത്തരവ് പറയാനുള്ള അധികാരം? ആർക്കെന്നാണ് അഡോപ്ഷൻ ഉത്തരവ് പറയാനുള്ള അധികാരം? ജില്ലാ മജിസ്ട്രേറ്റിനാണ് ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അല്ലെങ്കിൽ അമെൻമെന്റ് ആക്ട് 2021 പ്രകാരം അഡോപ്ഷൻ ഉത്തരവ് പറയാനുള്ള അധികാരം ജില്ലാ മജിസ്ട്രേറ്റിനാണ്. അപ്പൊ നമുക്ക് ചോദിക്കും ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അല്ലെങ്കിൽ ബാലനീതി നിയമം ഏത് വർഷമാണ്? നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് വളരെ 2015 ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അല്ലെങ്കിൽ ബാലനീതി നിയമം. അത് അമെൻഡ് ചെയ്തിരിക്കുന്നത് 2021. പോക്സോ നിയമം അമെൻഡ് ചെയ്തിരിക്കുന്നത് 2019. ഞാൻ ആൻസർ പറഞ്ഞല്ലോ. ഓക്കെ, BSAയിലെ ഭാരതീയ സാക്ഷി അധിനിയമത്തിലെ ഏത് സെക്ഷനാണ് സ്ത്രീധന മരണമാണ് എന്ന അനുമാനത്തിലേക്ക് എത്താൻ സഹായിക്കുന്നത്? പിള്ളേരെ, ഇത് നിങ്ങൾക്ക് ഒരു ക്ലർക്ക് ലെവൽ, ഒരു ക്ലർക്ക് പരീക്ഷ, പക്ഷെ ഒരു 10th ലെവലല്ല, ഡിഗ്രി ലെവൽ പരീക്ഷയായിരുന്നു അന്ന്. അതിന് വന്ന ചോദ്യമാണ്. പിന്നെ നിങ്ങൾക്ക് ഇനി വീണ്ടും ചിലപ്പോൾ ചോദിച്ചാലോ എന്ന് പ്രതീക്ഷ ഞാൻ എടുത്തതാണ്. അല്ലാതെ ഇത് CPO SI അങ്ങനത്തെ പരീക്ഷകളൊന്നുമല്ല. ഇതൊരു നോർമൽ ക്ലർക്ക് പരീക്ഷയായിരുന്നു കേട്ടോ. പക്ഷെ ഇവിടെ ആൻസർ വരുന്നത് 118, സെക്ഷൻ 118 BSAയിലെ സെക്ഷൻ 118 ആണ് സ്ത്രീധന മരണത്തെ കുറിച്ചുള്ള അനുമാനങ്ങൾ പറയുന്നത്. ഓക്കെ, 118 ആണ്. നിങ്ങൾക്ക് അറിയാലോ, ഈ എത്ര വർഷത്തിനുള്ളിൽ വിവാഹം കഴിഞ്ഞ് എത്ര വർഷത്തിനുള്ളിൽ നടക്കുന്ന മരണമാണ് സ്ത്രീധന മരണം എന്ന് കേട്ട് കഴിഞ്ഞാൽ 7 വർഷത്തിനുള്ളിലാണ് ഇത് ചോദിക്കുന്നത്. 7 വർഷത്തിനുള്ളിൽ നടക്കുന്ന മരണമാണ് ഏത്? സ്ത്രീധന മരണം എന്ന് പറയുന്നത്. അടുത്ത, ജോലി സ്ഥലത്തെ സ്ത്രീകൾക്ക് എതിരെയുള്ള അതിക്രമങ്ങൾ 2013 എന്തിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്? സ്ത്രീകൾക്ക് ജോലി സമയത്ത് ഇടവേള അനുവദിക്കുക, അത് പുരുഷന്മാർക്ക് വേണ്ട ഇടവേള. അടുത്ത്, സ്ത്രീകൾക്ക് വേതനം ലഭ്യമാക്കുക, അത് ആണുങ്ങൾക്ക് വേണ്ട വേതനം. ഇതൊക്കെ തെറ്റായിട്ടാണ് ഞാൻ പറയുന്നത്. മുകളിൽ പറഞ്ഞത് അല്ല, ചെയ്തു വെച്ച ഉത്തരം പോകും കേട്ടോ. നമ്മളിപ്പം നമ്മുടെ ഒരു രീതിയാണ് കേട്ടോ, ഇങ്ങനെ വായിച്ച് വരുമ്പോൾ മുകളിൽ പറഞ്ഞതല്ല കറുപ്പിച്ച് വെച്ചിട്ട് അങ്ങ് പോകും. കാരണം മുകളിലത് രണ്ടെണ്ണം തെറ്റാണല്ലോ. ഓക്കെ,
ഇനി നിങ്ങൾ താഴോട്ട് നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്കെതിരെ ശാരീരിക ആക്രമണങ്ങൾക്കെതിരെ പരാതി സ്വീകരിക്കുന്നതിന് ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി രൂപീകരിക്കുക. അതാണ് ICC, ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി രൂപീകരിക്കുക. അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. സ്ത്രീകൾക്കെതിരായുള്ള ശാരീരിക ആക്രമണങ്ങൾക്കെതിരെ പരാതി സ്വീകരിക്കുന്നതിന് ICC അല്ലെങ്കിൽ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി രൂപീകരിക്കുക എന്നതാണ് ആൻസർ. ഓക്കെ, കിട്ടിയ ഒരു വർഷത്തിൽ കേന്ദ്ര ഉപഭോക്തൃ സമിതി കുറഞ്ഞത് എത്ര തവണ മീറ്റിംഗ് കൂടിയിരിക്കണം എന്നാണ് നിയമം അനുശാസിക്കുന്നത്? പിള്ളേരെ ഒരു തവണ നിയമം കൂടിയിരിക്കണം. ഓക്കെ, ഒരു തവണ മീറ്റിംഗ് കൂടിയിരിക്കണം എന്നാണ് നിയമം അനുശാസിക്കുന്നത്. ദേശീയ സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി എത്ര? പിള്ളേരെ 3 വർഷമാണ്. പക്ഷേ നിയമപ്രകാരം കാലാവധി 65 വയസ്സാണ് കാലാവധി. ഈ 3 വർഷം എന്ന് പറഞ്ഞിരിക്കുന്നത് അത് കേന്ദ്രമായാലും സംസ്ഥാനമായാലും നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നതാണ് 3 വർഷം. അതായത് കാലാവധി എത്ര വർഷം എന്നുള്ളത് കേന്ദ്ര സർക്കാരിന് തീരുമാനിക്കാം. എന്നാൽ കാലാവധി 65 വയസ്സ് വരെ എന്നുള്ള കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്, അല്ലെ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 65 വയസ്സെന്നാണ്. കേട്ടോ, മനസ്സിലായോ? പിള്ളേരെ മനസ്സിലായോ? ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരാ പിള്ളേരെ? ജയന്തി പട്നായിക് അല്ലെ? ജയന്തി പട്നായിക് ആണ് ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ. നിലവിലാണെങ്കിൽ വിജയ കിഷോർ രഹത്കർ ആണ് നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ. വിജയ് കിഷോർ രഹത്കർ ആണ് 9ാമത്തെ ആള്. ആദ്യത്തേത് ജയന്തി പട്നായിക്. ഓക്കെ. ഗാർഹിക പീഡന നിരോധന നിയമം 2005 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതെന്നാണ്? പ്രൊട്ടക്ഷൻ ഓഫീസർമാരും സർവീസ് പ്രൊവൈഡേഴ്സും പബ്ലിക് സർവൻസ് ആയിരിക്കും. ശരിയാണ്. ഓക്കെ, കളർ മാറ്റിയിട്ട് വരാം. ശരിയാണ്. അടുത്ത്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗാർഹിക പീഡന നിരോധന നിയമത്തെക്കുറിച്ച് കാലാകാലങ്ങളിൽ പൊതുമാധ്യമങ്ങൾ വഴി പരസ്യം നൽകണം. അതും ശരിയാണ്. ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സൗജന്യ നിയമസഹായം ലഭ്യമാകുന്നതാണ്. അതും ശരിയാണ്. ഗാർഹിക പീഡനത്തിന് ഇരയായവർക്ക് പങ്കാളിയായി താമസിച്ച വീട്ടിൽ താമസിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. തെറ്റാണ്. ഗാർഹിക പീഡനത്തിന് ഇരയായവർക്ക് പങ്കാളിയായി താമസിച്ച വീട്ടിൽ താമസിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. എളുപ്പമുള്ള ക്വസ്റ്റ്യനാണല്ലോ. നമ്മൾ കാരണം കുറേ തവണ നമ്മൾ കണ്ടും കേട്ടൊക്കെ നമ്മളത് പഠിച്ചിട്ടുള്ള കാര്യമാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സണെ കൂടാതെ എത്ര അംഗങ്ങളുണ്ട്? 6 ആണ്. കാരണം ചെയർപേഴ്സണെ ചേർത്തിട്ട് 7 ആണ് അംഗസംഖ്യ. ഓക്കെ, സംസ്ഥാന സർക്കാർ ഞാൻ പറഞ്ഞത് മറക്കണ്ട. മറ്റേ അംഗസംഖ്യയുടെ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മുമ്പ് യൂസ്ഫുൾ ആയിരിക്കും. സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിക്കുന്ന വാർദ്ധക്യകാല ഗൃഹങ്ങളിൽ കുറഞ്ഞത് എത്ര മുതിർന്ന പൗരന്മാർക്ക് താമസ സൗകര്യം നൽകേണ്ടതാണ്? ഇത് പലതവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഓപ്ഷൻ സി 150 പേർക്കാണ് താമസ സൗകര്യം നൽകേണ്ടത്. കേട്ടോ, അറിയായിരുന്നില്ലേടാ? കിട്ടിക്കാണും. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമപ്രകാരം വിശദമായ പരിശോധനയോ അല്ലെങ്കിൽ മറ്റ് ടെസ്റ്റുകളോ ആവശ്യമായ വസ്തുക്കളുടെ മേലിലുള്ള പരാതി തീർപ്പാക്കേണ്ട സമയപരിധി, അതായത് വിശദമായ പരിശോധന വേണം അല്ലെങ്കിൽ ടെസ്റ്റുകൾ ആവശ്യമായിട്ടുള്ള വസ്തുക്കളുടെ മേലുള്ള പരാതി തീർപ്പാക്കേണ്ട സമയപരിധി ഓപ്ഷൻ സി 5 മാസമാണ്. 5 മാസമാണ് ആൻസർ. ഓക്കെ. താഴെ കൊടുത്തിരിക്കുന്നവ ഏത് നിയമങ്ങളുടെ വകുപ്പുകളിൽ പെട്ടതാണ്? പങ്കാളിയുടെ വീട്ടിൽ നിന്നും ഇറക്കിവിടൽ ഭീഷണി നേരിടുന്ന ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ആദ്യമായി ലഭിക്കുന്ന പരിരക്ഷയാണ് നിയമം പ്രദാനം ചെയ്യുന്നത്. ഗാർഹിക പീഡനത്തിനിരയായവരുടെ ജോലി സ്ഥലത്ത് പ്രവേശിച്ചോ വിദ്യാലയങ്ങൾ ചെന്നോ ഇത്തരത്തിൽ പീഡനങ്ങൾ ആവർത്തിക്കുന്നതിനെയും വിലക്കാം. ഗാർഹിക അതിക്രമങ്ങൾ ഇരയാകുന്നവരെ സഹായിക്കുകയോ അഭയം നൽകുകയോ ചെയ്യുന്ന ബന്ധുക്കളെയോ മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നതിൽ നിന്നും എതിർകക്ഷികളെ കോടതിക്ക് വിലക്കാം. പരാതിക്കാരിക്ക് നിയമപരമായ അവകാശമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എതിർകക്ഷിയോടൊപ്പം പങ്കുപാർത്ത വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കുകയോ താമസിപ്പിക്കുന്നതിൽ ശല്യം ചെയ്യുകയോ ചെയ്യുന്നതിനെ വിലക്കി ഉത്തരവിടാൻ ഈ നിയമപ്രകാരം മജിസ്ട്രേറ്റിന് അധികാരമുണ്ട്. അതായത് 1, 2, 3, 4 ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പിള്ളേരെ പഠിക്കുക. 4 പോയിന്റും വായിച്ച് പഠിക്കുക. നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും എക്സാം ഹാളിൽ. കേട്ടാ, മാർക്ക് മൈ വേർഡ്സ്, ആവശ്യമായി വരും. അടുത്ത്, താഴെ പറയുന്നവ ഏത് നിയമത്തിന്റെ പ്രധാന സവിശേഷതകളാണ്? പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയുന്ന നിയമമാണിത്.
ആക്ട് പ്രകാരം പ്രതികൾക്ക് മുൻകൂർ ജാമ്യത്തിന് വ്യവസ്ഥയില്ല. കൂടാതെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും മുൻകൂർ അനുമതി വാങ്ങാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്നു. ഇത് നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ 1989 പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം എന്ന് തോന്നുമെങ്കിലും ഈ നിയമം 2018 ഭേദഗതി ചെയ്തിട്ടുണ്ട്. അതായത് ഈ 1989 പട്ടികജാതി പട്ടികവർഗ നിയമങ്ങൾ എന്ത് ചെയ്തു കുട്ടികളെ ഭേദഗതി ചെയ്തു. ആ ഭേദഗതി പ്രകാരമാണ് മുൻകൂർ ജാമ്യത്തിന് വ്യവസ്ഥയില്ലെന്നുള്ള കാര്യവും പിന്നെ മേലുദ്യോഗസ്ഥന്റെ അനുമതി കൂടാതെ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള മുൻകൂർ അനുമതി കൂടാതെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യാമെന്നുള്ള കാര്യമൊക്കെ കൊണ്ടുവന്നു. അപ്പം ആൻസർ ഓപ്ഷൻ എ ആണ് 2018 പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം അല്ലെങ്കിൽ തടയൽ ഭേദഗതി നിയമം. കേട്ടോ, പഠിച്ചിരിക്കുക. താഴെ പറയുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ സ്പെഷ്യൽ കോടതിയിൽ വെച്ചാണ് വിചാരണ നടത്തേണ്ടത്. ശരിയാണ്. കുട്ടികളുടെ പോണോഗ്രഫിക്ക് ദൃശ്യങ്ങൾ കാണുന്നത് കുറ്റകരമാണ്. അതും ശരിയാണ്. കുട്ടികളുടെ തെളിവ് റെക്കോർഡ് ചെയ്യുന്ന സ്പെഷ്യൽ കോടതി ആ കുറ്റകൃത്യം നടപടിക്കെടുത്ത് 45 ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ തെളിവ് രേഖപ്പെടുത്തേണ്ടതും അത് വൈകുന്നെങ്കിൽ അതിനുള്ള കാരണം സ്പെഷ്യൽ കോടതി രേഖപ്പെടുത്തേണ്ടതുമാണ്. പിള്ളേർ, ഇത് തെറ്റാണ്. ഇവിടെ 30 ദിവസമാണ് സമയപരിധി വേണം. 30 ദിവസമാണ് സമയപരിധി വരുന്നത്. കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ അവരുടെ സംരക്ഷണ ചുമതലയുള്ളവരിൽ നിന്നുമാണെങ്കിൽ ശിക്ഷയുടെ കാഠിന്യം കൂടും. അതും ശരിയാണ്. ഓക്കെ പിള്ളേരെ, അപ്പം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട 2025 ചോദിച്ച സുപ്രധാന നിയമത്തിലെ ചോദ്യങ്ങൾ. പിന്നെ ഞാൻ കുറേ ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം പോക്സോ നിയമപ്രകാരം കുട്ടി എന്ന് പറഞ്ഞാൽ ആരാണ്, പിന്നെ അങ്ങനത്തെ എളുപ്പമുള്ള കുറച്ച് ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്കൊരു ചെറിയ റിവിഷനായെന്ന് വിശ്വസിക്കുന്നു. നമുക്കിപ്പം ബാക്കി വീഡിയോസുമായി വീണ്ടും നമുക്ക് കാണാം. കാണുന്നവരേക്കും ഭായ്, ടാറ്റ. എല്ലാവരും നന്നായി പഠിക്കുക, സന്തോഷത്തോടെ പഠിക്കുക.